ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കമ്പനി ബോർഡ് എൽജിഎസിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഷോർട്ട് ഏരിയയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രിലിംസ് എക്സാമിനും മെയിൻസ് എക്സാമിനും മുതൽക്കൂട്ടാവുന്ന ക്ലാസ് തന്നെയാണ്. രണ്ട് ക്ലാസ്സും കണ്ട ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം. അപ്പോൾ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പുതിയ SCRT അടിസ്ഥാനമാക്കിയിട്ടാണ് ക്ലാസ്സുകൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ ക്ലാസ്സും ഇഷ്ടപ്പെടുന്ന ഓരോ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ താഴെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ ഒന്ന് അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക. വീഡിയോക്കൊക്കെ ലൈക്കും ഷെയറും ഒക്കെ കൊടുത്ത് നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ കിടക്കുന്നത് പുതിയ SCRTയിലാണ് കേട്ടോ. ഇതൊക്കെ പുതിയ SCRTയിലാണ്. നോക്കിക്കേ, സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങൾ ഹനിക്കും. സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കറിന്റെ വാക്കുകളാണ്. ഒന്നും കൂടി വായിക്കാം. സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങൾ ഹനിക്കും. സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. ആരുടെ വാക്കാണ്? ഡോക്ടർ BR അംബേദ്കറിന്റെ. ഞാനൊരു കോട്ടിങ് തന്നിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ വരും കേട്ടോ. എപ്പോഴും ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ഒരു കോട്ടിങ് ഉണ്ടാവും. ഇതാരുടെ വാക്ക് എന്ന് ചോദിച്ചിട്ട്. അതും പുതിയ SCRT ആകുമ്പോൾ അതിന് അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട, പഠിക്കുക കേട്ടോ. അടുത്തത് മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയില് 2-3 മാർക്കും തരുന്ന ഒരു ഭാഗങ്ങളാണല്ലേ. ഒരു എക്സാമിന് തന്നെ കിട്ടും. ശ്രദ്ധിച്ചു നോക്കാം. അന്തർദേശീയ തലത്തിൽ മനുഷ്യ അവകാശങ്ങളായി കണക്കാക്കുന്നത് ജനാധിപത്യത്തിന്റെ സംവിധാനത്തിൽ പൗരന്റെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിന് അതിജീവനത്തിനും അനിവാര്യമായ ചില അടിസ്ഥാന അവകാശങ്ങൾ ഉണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു അവകാശങ്ങൾ ആണ് എന്ത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മൗലിക അവകാശം? ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ്? നമ്മുടെ ഓൾ ഇന്ത്യ തലത്തില് അല്ലെ, അന്തർദേശീയ തലത്തില് മനുഷ്യാവകാശം നമുക്കറിയാം. ഐക്യരാഷ്ട്ര സംഘടന 1948 ഡിസംബർ മാസം 10-ാം തീയതിയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് അല്ലെ. ആ അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായിട്ട് കണക്കാക്കുന്നത് എന്താണ്? ജനാധിപത്യത്തിന്റെ സംവിധാനത്തിൽ പൗരന്റെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് അല്ലെ. നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും അന്തസ്സിനും നമ്മുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിനും നമ്മുടെ ഓരോ അതിജീവനത്തിനും അനിവാര്യമായിട്ട് എന്തുണ്ട്? പലതരം അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവകാശങ്ങളാണ് ഇത് മൗലിക അവകാശം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ പഠിക്കാറുണ്ടാണ് മൗലിക അവകാശം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പഠിക്കും. അപ്പോ ഒരു സുപ്രഭാതത്തിൽ വന്നുപെട്ടതാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം? അല്ല. മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിയിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കണം. ശ്രദ്ധിച്ചു പഠിക്കണം. ഞാൻ അത്രയും സീരിയസ് ആയിട്ട് പറയുകയാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോ. സ്റ്റേറ്റ്മെന്റിൽ കിടന്ന് മറിയുന്ന സമയത്ത് ഇത് അതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും സീരിയസ് ആയിട്ട് പറയുന്നത്. നമ്മുടെ മൗലിക അവകാശം, ഇന്ത്യൻ ഭരണഘടനയില് മൗലിക അവകാശം എന്ന ആശയത്തിലേക്ക് എത്തിയ ഓരോ സന്ദർഭങ്ങളും എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം മാഗ്ന കാർട്ട 1215. ഒന്നാമത്തേത് എന്താണ്? മാഗ്ന കാർട്ടയാണ്. 1215 മാഗ്ന കാർട്ട. 2 അമേരിക്കൻ അവകാശ പത്രിക. 3 പിന്നെന്താണ്? ഫ്രഞ്ചിനെ തുടർന്നുണ്ടായിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനം 1789. പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? മൗലിക അവകാശത്തിലേക്ക് വഴിതെളിച്ചത്. അതിൽ നമുക്ക് ഒന്നാമത്തെ നോക്കാം. മാഗ്ന കാർട്ട 1215 പൗര അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് ഇത്
1215 മാഗ്ന കാർട്ട പൗരന്റെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് ഏത്? മാഗ്ന കാർട്ട 1215. ഇനി രണ്ടാമത്തേത് എന്താണ്? അമേരിക്കൻ അവകാശ പത്രിക 1789. അമേരിക്കൻ അവകാശ പത്രിക 1789. 789. എന്താ 1789 വേറൊരു പ്രത്യേകത? ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1789 ആണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് അമേരിക്കൻ അവകാശ പത്രിക. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഏത്? അമേരിക്കൻ ഭരണഘടന. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖ. പിന്നെ ഫ്രഞ്ചിനെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെ, ഫ്രഞ്ച് വിപ്ലവത്തിനെയൊക്കെ തുറന്നിട്ട് മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു 1789. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യ അവകാശങ്ങളെ നിർവചിക്കുന്ന ഒരു അവകാശ പ്രമാണമാണ് ഏത്? ഫ്രഞ്ചിന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യന്റെ അവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ മാസം 10-ാം തീയതി നടന്നു അല്ലെ. എല്ലാ രാജ്യങ്ങളും നടപ്പിലാക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച ഒരു അവകാശ രേഖയാണ് ഇത്. 4 വർഷങ്ങളും പഠിച്ചു വെക്കണം. 4 വർഷത്തിലും എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി വെക്കണം. 1715 മാഗ്ന കാർട്ട. അമേരിക്കൻ അവകാശ പത്രിക 1789. ഫ്രഞ്ച് അവകാശ പ്രഖ്യാപനം 1789. മാഗ്ന കാർട്ട ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശം എന്ന ആശയത്തിലേക്ക് വഴിതെളിക്കാനുണ്ടായ സംഭവം ട്ടോ. അപ്പൊ ഇന്ത്യൻ ഭരണഘടന എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൊതുവെ നമ്മുടെ രാജ്യത്ത് മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിയിച്ചത്. അപ്പൊ നമുക്കറിയാം മൗലികാവകാശം ഒക്കെ നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അല്ലെ മൗലികാവകാശം എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്കും ഒക്കെ എത്തിപ്പെടേണ്ട സാഹചര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശം ഉൾപ്പെടുത്തുന്നതിന് സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശം ഉൾപ്പെടുത്താൻ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? കോളനി ഭരണകാലത്ത് അനുഭവിച്ച അവകാശ നിഷേധങ്ങൾ. 2 ലോക സാഹചര്യങ്ങൾ. 2 എന്തൊക്കെയാണ്? നമുക്കറിയാം കോളനി ഇന്ത്യ ഭരിച്ചിരുന്ന മുഴുവൻ ഇംഗ്ലണ്ടുകാരാണ് അല്ലെ. ആ ഇംഗ്ലണ്ടിലെ കോളനികൾ നമുക്കൊക്കെ അവകാശങ്ങൾ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും. പിന്നെ ലോകത്തുണ്ടാക്കിയ പല സാഹചര്യങ്ങളും. 2 ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയും അവയ്ക്കെതിരെ നവോത്ഥാന സാമൂഹ്യ പരിഷ്കരണ നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. നമ്മളൊക്കെ കേരള നവോത്ഥാനം പഠിക്കുന്ന ആൾക്കാരാണ്. അന്നൊക്കെ എന്തൊക്കെയാണ് നമ്മളെ ഇന്ത്യയിലൊക്കെ നവോത്ഥാനം പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. എന്തൊക്കെ അവഗണനകളും ഓരോരോ സാഹചര്യങ്ങളും നമ്മളൊക്കെ പഠിക്കാറുള്ള വ്യക്തികളാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശം എന്ന ആശയം ഉൾപ്പെടുത്താനുണ്ടായ സാഹചര്യം. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശം ഏത്? അപ്പൊ ഇത് പഠിച്ചു വെക്കണേ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലികാവകാശം എന്ന ആശയം കിടക്കുന്നത്? ഭാഗം 3-ലാണ്. ഭാഗം 3-ലാണ് ഏത് പറയുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. എവിടെ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ? പഠിക്കണേ എന്നും ചോദ്യം വരും. 6 മൗലിക അവകാശങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. മനസ്സിലായോ? ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി മാസം 1950 1950 ജനുവരി മാസം 26-ാം തീയതി നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1978 ആയ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഒന്ന് എന്ത് ചെയ്തു? എടുത്ത് കളഞ്ഞു. മനസ്സിലായോ? ഏതാ എടുത്തു കളഞ്ഞത്? സ്വത്തവകാശം എടുത്തു കളഞ്ഞു. ആദ്യം സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. എന്നാൽ സ്വത്തവകാശം ഇന്ന് ഒരു നിയമ അവകാശമായിട്ട് മാറി. മനസ്സിലായോ? അപ്പൊ എത്ര മൗലിക അവകാശമേ ഉള്ളൂ? 6 ഉള്ളൂ. അത് ഏതൊക്കെയാണ്?
സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെ. ഈ ഓർഡർ തന്നെ പഠിക്കണം. ഇത് കമ്പൽസറി ആണ്. ഓർഡറിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആർട്ടിക്കിളുകൾ എഴുതാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. സമത്വത്തിനുള്ള അവകാശം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ അല്ലെ, 12 മുതൽ 35 വരെയാണ് എന്ത് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ ആർട്ടിക്കിളിനെ കുറിച്ചിട്ട് പറയുന്നത്. ഏതിനെ? മൗലികാവകാശം എന്ന വിഭാഗത്തെ പറയുന്ന ആർട്ടിക്കിളാണ് 12 മുതൽ 35 വരെ. ആ 12 മുതൽ 35 വരെയുള്ളതില് സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 14 മുതൽ 18 വരെയും, സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയും 19 മുതൽ എത്രയാണ് 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും, അതേപോലെ ചൂഷണത്തിനെതിരായ അവകാശം 23, 24 പറയുമ്പോൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 to 28, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29, 30, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32 പറയുന്നു. കാരണം അതാണ് ഓർഡറിൽ പഠിച്ചാലേ നമുക്ക് ആർട്ടിക്കിൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇതൊക്കെ 6 മൗലിക അവകാശങ്ങളെന്ന് പഠിച്ചാൽ നമുക്ക് ഒരിക്കലും തിരിയില്ല. ശ്രദ്ധിച്ചു പഠിക്കാം. ഫസ്റ്റ് സമത്വം, ഇക്വാലിറ്റി ആണ് ആദ്യം കൊടുക്കേണ്ടത് കേട്ടോ. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയും, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയും, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23, 24, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയും, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർക്ക്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കേട്ടോ, അത് 29, 30, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. എല്ലാം പ്രീവിയസ് ആണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ് ഇത്. പഠിക്കണം കേട്ടോ. ഇനി നമുക്കിത് ഫസ്റ്റത്തെ നോക്കാം. സമത്വത്തിനുള്ള അവകാശം എന്താണ്? നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണിത്. നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണിത്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം തുടങ്ങിയ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും എന്താണ് വിവേചനം അല്ലെങ്കിൽ വേദന അല്ലെ പാടില്ല. എന്താ നമ്മൾ എങ്ങനെ പറയാ? നീ ആ ജാതിയല്ലേ, നീ ജാതിയല്ലേ, നീ ആ ലിംഗമല്ലേ, നിന്റെ ജന്മസ്ഥലം നീ എങ്ങനെ പറയാ? നമ്മള് എന്താ പറയാ, അങ്ങനെ നമ്മള് സ്ഥലത്തിന്റെ പേരിൽ പോലും നീ അവിടെ ജനിച്ചവൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ എന്താണ്? അതൊന്നും പാടില്ല. പൊതു ഇടങ്ങളിൽ തുല്യ പ്രവേശനം ഉറപ്പുവരുത്തുന്നു. പൊതു ജോലികളിലെ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശപ്രകാരം ഉറപ്പുവരുത്തുന്നു. മനസ്സിലായോ? എന്താണ്? പൊതു ഇടങ്ങളിൽ തുല്യ പ്രവേശനം ഉറപ്പുവരുത്തുന്നു. പൊതുജോലികളിൽ അവസര സമത്വം, തുല്യ പ്രവേശനം ഏതാണ്? പൊതു ഇടങ്ങളിൽ തുല്യ പ്രവേശനം ഉറപ്പുവരുത്തുമ്പോൾ പൊതുജോലികളിൽ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും. തൊട്ടുകൂടായ്മ നിരോധനം ഏതാണ്? 17 ആണ്. അവസര സമത്വം 16, 15. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമത്തിന് മുന്നിൽ തുല്യതയും സമത്വവും 14. തുല്യ പ്രവേശനം 15. ആർട്ടിക്കിൾ നമ്മളിവിടെ പറഞ്ഞില്ലേ 14 മുതൽ 18 വരെ എന്ന് പറഞ്ഞില്ലേ? അതിൽ 14 ആണ് നിയമത്തിന് മുന്നിൽ സമത്വവും തുല്യതയും, ആർട്ടിക്കിൾ 14. തുല്യ പ്രവേശനം ഉറപ്പുവരുത്തുന്നത് ആർട്ടിക്കിൾ 15. പൊതുജോലികളിൽ അവസര സമത്വം ആർട്ടിക്കിൾ 16. തൊട്ടുകൂടായ്മ നിരോധനം ആർട്ടിക്കിൾ 17. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ആർട്ടിക്കിൾ 18. കണ്ടോ? ഇതാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നത്. മനസ്സിലായോ? തെറ്റാൻ പാടില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ആയിട്ട് കാണുക കേട്ടോ. സമത്വത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ പറയുന്നത്. നിയമത്തിന് മുന്നിൽ സമത്വം ആർട്ടിക്കിൾ 14, തുല്യ പ്രവേശനം ഉറപ്പുവരുത്തുന്നത് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 എന്താണ്? പൊതുജോലികളിലെ അവസര സമത്വം 16. പിന്നെ തൊട്ടുകൂടായ്മ നിരോധനം അല്ലെ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ആക്കിയതാണ് ആർട്ടിക്കിൾ 17. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നത് ആർട്ടിക്കിൾ 18. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം.
ദീർഘകാലം ഏതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ദീർഘകാലം വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഒരു ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ് ഇതിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോ ആർട്ടിക്കിൾ 19 പ്രകാരം പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 6 സ്വാതന്ത്ര്യങ്ങളാണ്. എത്രയാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. മൗലിക സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. ആർട്ടിക്കിൾ 19 പ്രകാരം എത്ര മൗലിക സ്വാതന്ത്ര്യമുണ്ട്? 6. എത്ര മൗലിക അവകാശമുണ്ട്? 6. ആശയ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. ആശയ പ്രകടനത്തിനും ആവിഷ്കാരത്തിനും ഉള്ള സ്വാതന്ത്ര്യം. സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് പറയുന്നത്. ആശയ പ്രകടനത്തിനും ആവിഷ്കാരത്തിനും ഉള്ള സ്വാതന്ത്ര്യം. നമുക്ക് നമ്മുടെ ആശയങ്ങൾ എവിടെയും പ്രകടിപ്പിക്കാൻ കഴിയണം അല്ലേ? 1. എവിടെ വേണമെങ്കിലും നമുക്ക് ഒത്തുചേരണം അല്ലെ? സമ്മേളിക്കണം അല്ലെ? നമ്മളെല്ലാവരും കൂടി കുറെ പേരും കൂടി ഒത്തുകൂടാൻ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം. സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം. ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം. ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം. ഇതില് നമ്മളെപ്പോഴും ഇതില് 19(1)A, 19(1)B, 19(1)C, 19(1)D അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇതും എന്ത് ചെയ്യണം? ഓർഡർ ആയിട്ട് തന്നെ പഠിക്കണം. എന്നാലാണ് നമുക്കത് കിട്ടുള്ളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ? ആശയപ്രകടനത്തിന് ആദ്യം നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടണം അല്ലേ? ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ, നമ്മുടെ വായൊന്ന് തുറക്കാൻ അല്ലേ? നമ്മുടെ സംസാരത്തിന് ആദ്യം സംസാരിക്കാൻ കിട്ടണം. 1. പിന്നെ എന്ത് ചെയ്യണം? സമ്മേളിക്കണം അല്ലേ? നമ്മളെ വായ തുറന്ന് പറയണം അല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒത്തുകൂടാം എന്ന് വായ കൊണ്ട് പറയണം. സമ്മേളിക്കാം, ഒത്തുകൂടാം. 2. നമ്മൾ സംസാരിച്ചു, എല്ലാവരെയും വിളിച്ചു. അങ്ങനെ ഒരു കണക്ട് ചെയ്യണം. എല്ലാവരും വിളിക്കുക എന്നുള്ളതൊക്കെ ഞാനൊന്ന് കണക്ട് ഓർത്ത് തരാൻ വേണ്ടി പറഞ്ഞു. ABCD എന്നുള്ള ആ ടിക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ വായ തുറന്നാലല്ലേ പറ്റുള്ളൂ. ആദ്യം എന്ത് ചെയ്യണം? ആശയം പ്രകടിപ്പിക്കണം അല്ലേ? എന്നിട്ട് സമ്മേളിക്കണം അല്ലേ? എല്ലാവരും കൂടി സമ്മേളിക്കണമെങ്കിൽ വിളിക്കണം, എല്ലാവരെയും വിളിക്കണം അല്ലേ? സമ്മേളിക്കാൻ പറഞ്ഞു. സമ്മേളിച്ചിട്ട് നമ്മൾ എന്ത് പറയണം? നമുക്കൊരു സംഘടന രൂപീകരിക്കാം. സമ്മേളിച്ചു, എല്ലാവരും കൂടി ഒത്തുകൂടി അവിടെ വെച്ച് നമ്മൾ പറയണം നമുക്കൊരു സംഘടന രൂപീകരിച്ചാലോ. 3. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യണം? എന്തായാലും നമ്മൾ ഒത്തുകൂടിയതല്ലേ, സംഘടനയും രൂപീകരിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു യാത്ര പോയാലോ അല്ലേ? നമുക്ക് എവിടെയും പോയിട്ട് എന്താണ്? സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം അല്ലേ? നമുക്ക് അന്ന് എല്ലാവർക്കും കൂടിയിട്ട് ഒരു യാത്ര പോയാലോ? അങ്ങനെ യാത്ര പോയി. യാത്ര പോയാൽ താമസിക്കണ്ടേ? താമസിക്കണം. അവിടെ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ താമസിച്ചു. അപ്പൊ മനസ്സിലാക്കി വിചാരിച്ചു, എന്നാ നമുക്ക് ഇവിടെ തന്നെ എല്ലാവർക്കും കൂടിയിട്ട് ഒന്ന് ജോലി ചെയ്താലോ എന്ന് വിചാരിച്ചു. കണ്ടോ? അങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് പോയി കഴിഞ്ഞാൽ 19(1)A, 19(1)B, 19(1)C പറഞ്ഞിട്ട് കിട്ടും. കാരണം അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. 19(1)A ആണോ C ആണോ? അപ്പൊ നമ്മള് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ആദ്യം നമുക്ക് ആശയം പ്രകടിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടണം. എന്നെ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം. ഒത്തുകൂടി കഴിഞ്ഞാൽ നമ്മളൊരു സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം. സംഘടനയൊക്കെ രൂപീകരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു യാത്ര പോകാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം. യാത്ര പോയി കഴിഞ്ഞാൽ താമസിക്കണം. താമസിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചു നമ്മൾ ഇനി പിരിയണ്ട അല്ലെ? നമുക്കിനി പിരിയണ്ട, നമുക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ എന്ത് ചെയ്യാം? ജോലി ചെയ്യാം അല്ലെ? തൊഴിലോ വ്യവസായമോ കച്ചവടമോ ഒക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. കണ്ടോ? ഇപ്പൊ ഓർഡർ ആയിട്ട് കിട്ടിയില്ലേ? അങ്ങനെ പഠിക്കണം കേട്ടോ. ഇനി അങ്ങനെ 19 കഴിഞ്ഞു. ഇനി നമുക്ക് 20 മുതൽ 22 വരെ വിദ്യാഭ്യാസ അവകാശം, ജീവനും സ്വാതന്ത്ര്യവും ഉണ്ട് കേട്ടോ. വിദ്യാഭ്യാസ അവകാശവും ജീവനും സ്വത്തിനും ഉള്ള അവകാശം തുടങ്ങിയവ പ്രതിപാദിക്കുന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ യുക്തിസഹമായ നിയന്ത്രണങ്ങൾ ഈ സ്വാതന്ത്ര്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്താവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? വിദ്യാഭ്യാസ അവകാശ നിയമവും ജീവനും സ്വത്തിനും ഉള്ള സ്വാതന്ത്ര്യവും അവകാശവും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ യുക്തിസഹമായ നിയന്ത്രണങ്ങൾ ഈ സ്വാതന്ത്ര്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്താവുന്നതാണ്. മനസ്സിലായല്ലോ? ഇനി
അപ്പൊ നേരത്തെ നമ്മൾ സമത്വത്തിനുള്ള അവകാശം പഠിച്ചില്ലേ? അതിൽ നോക്കിക്കേ, ഒന്നും കൂടി നോക്കിക്കേ, ഒന്നും കൂടി എളുപ്പമാക്കാൻ നോക്കിക്കേ. നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമ സംരക്ഷണവും ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയല്ലേ നമ്മൾ പഠിച്ചത്? അപ്പോ ഇവിടെ ഏതാണ് 14? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല. കണ്ടോ? പൊതു ഇടങ്ങളിൽ തുല്യ പ്രവേശനം ഉറപ്പുവരുത്തുന്നു. പൊതുജോലികളിലെ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധനം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇന്ത്യയിൽ എവിടെയും ഇനി 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിലൊക്കെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് ആ ഭാഗങ്ങൾ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ ആദ്യം നന്നായിട്ട് പഠിച്ചു വെക്കണം. എപ്പോഴും 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ തെറ്റും. സംസാരിക്കണം, സമ്മേളിക്കണം. സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി ഒന്നായിട്ട് കൂടാൻ വിളിക്കണം അല്ലേ? എല്ലാവരും കൂടാൻ വിളിച്ചു, സംഘടനകൾ രൂപീകരിച്ചു. അപ്പൊ തോന്നി ഒരു യാത്ര പോയാലോ തോന്നി, യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണം വരും, താമസിക്കണം, താമസ സൗകര്യമായി. അപ്പൊ അവിടെ വിചാരിച്ചു ഇനി നമ്മൾ പിരിയേണ്ട, നമുക്ക് അവിടുന്ന് ജോലി ചെയ്യാം. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പഠിച്ചു വെച്ചോളണേ. വെരി ഇമ്പോർട്ടന്റ് ആണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21 പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. എങ്ങനെയാണ്? 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21 ഏതാണ്? A ആണ് അല്ലേ? പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇത് പഠിച്ചു വെക്കണേ. 2 വർഷവും നല്ല ഇമ്പോർട്ടന്റ് ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ 2009. ഇതെന്നും PSC ഇഷ്ടമുള്ളതാണ്. പാർലമെന്റ് അംഗീകരിച്ചത് 2009. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഇതൊക്കെ ഈ മാസവും ഒന്നും എല്ലാം പഠിച്ചു വെക്കണേ. ഏപ്രിൽ 1 നിലവിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവും ഗുണനിലവാരവുമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. മനസ്സിലായല്ലോ? വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പഠിക്കണം. 2002 86 ഭരണഘടനാ ഭേദഗതിയാണ് പഠിക്കണേ. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2009. 2010 ഏപ്രിൽ മാസം 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നു. എത്ര വയസ്സ് വരെ? 6 മുതൽ 14 വയസ്സിനിടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവും ഗുണനിലവാരവുമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കണം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശത്തെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും കൂടി പറഞ്ഞു തരാം. നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഒന്ന് ഭാഗം 3 എന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ ഏതാ പറഞ്ഞത്? 12 മുതൽ 35 വരെ എന്ന് പറഞ്ഞു. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അതുപോലെ ഏറ്റവും വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ മൗലിക അവകാശം, അതായത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റിക്കബിൾ ആണ്, അതായത് നീതിപരമാണ്. ഇത് പ്രീവിയസ് ചോദ്യമാണ്, പഠിക്കണം കേട്ടോ. ജസ്റ്റിക്കബിൾ ആണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അത് പഠിക്കണം. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ് കേട്ടോ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ആ സംരക്ഷകൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? റിട്ട് അധികാരമാണ് അല്ലേ? സുപ്രീം കോടതിക്ക് റിട്ട് അധികാരം ഉണ്ട്. അതുകൊണ്ടാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത്. ഹൈക്കോർട്ടിനും എന്താണ് മൗലിക അവകാശങ്ങളുടെ മേലെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ട്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 226 പ്രകാരവുമാണ് എന്ത് ചെയ്യുന്നത്? റിട്ട് പുറപ്പെടുവിക്കുന്നത് കേട്ടോ. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലിക അവകാശം റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശം റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മാത്രമാണ്. അത് നന്നായിട്ട് അവിടെ നോക്കണം.
പിന്നെ നമ്മൾ ആർട്ടിക്കിളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 1978 44ാമത്തെ ഭേദഗതിയിലൂടെയാണ് ആ ഒരു മൗലിക അവകാശം എടുത്തു കളഞ്ഞത് കേട്ടോ. 1978 44ാം ഭേദഗതിയിലൂടെയാണ് ആ മൗലിക അവകാശം എടുത്തു കളഞ്ഞത്. എന്നിട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എവിടെയാണ്? 12ാം ഭാഗത്തിലാണ് കേട്ടോ. 12ാം ഭാഗത്തിലാണ് എന്ത് ചെയ്യുന്നത്? 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ സ്വത്തവകാശത്തെ കൂട്ടിച്ചേർത്തത് 12ാം ഭാഗത്തിലാണ്. വകുപ്പ് 300A കേട്ടോ. വകുപ്പ് 300A കേട്ടോ. ആദ്യം ഏതിലായിരുന്നു? 31 കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. 31 കിടന്നത്. എന്നിട്ട് ആ മാറ്റി 78 44ാം ഭേദഗതിയിൽ എടുത്തു കളഞ്ഞിട്ട് 300A പിന്നീട് അത് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെക്കണം. പിന്നെ റിട്ട് അധികാരം ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമേ റിട്ട് അധികാരം ഉള്ളൂ കേട്ടോ. മൗലികാവകാശങ്ങളിൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഉള്ളൂ. വേറെ ഏത് കോടതിക്കും അതിനുള്ള അധികാരം ഇല്ല. അവിടെ പഠിച്ചു വെക്കാം. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാം. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എന്ന് പറഞ്ഞു. അതിൽ 14 നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണമാണ് പറയുന്നത്. 15 പറയുന്നത് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം, 16 അവസര സമത്വം, 17 അയിത്ത നിർമാർജനം, 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 6 മൗലിക സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഞാൻ ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നീടും പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു തന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ 19(1)A B C D E F ഇല്ല കേട്ടോ. F എടുത്തു കളഞ്ഞു. കാരണം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ F-ലായിരുന്നു ഏത്? സ്വത്തവകാശം കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ സ്വത്തവകാശം എടുത്തു മാറ്റി പറഞ്ഞില്ലേ? ഈ സ്വത്തവകാശം ഈ F-ൽ കിടന്നിട്ടുണ്ടായിരുന്നു. അത് എടുത്തു മാറ്റിയപ്പോൾ ഇതും എടുത്തു മാറ്റി. അപ്പൊ F ഇല്ല, G ആണ് പിന്നീടുള്ളത്. അപ്പൊ നേരത്തെ ഞാൻ ക്ലൂ പറഞ്ഞില്ലേ? ഇതൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആൻസർ ഫില്ല് ചെയ്യാൻ നോക്കണ്ടേ? ആദ്യം സംസാരിക്കുക എന്ന് തുടങ്ങിയിട്ട് അത് ഇവിടെ നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ 20 എന്താ പറയുന്നത്? കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 20 കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20. അതായത് തീവ്ര ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഓരോരുത്തർ കുറ്റം ചെയ്യുന്ന സമയത്ത് തീവ്രമായ ശിക്ഷാ നടപടികൾ ഉണ്ടാവും അല്ലേ? അവരെ എന്ത് ചെയ്യണം? ആ കുറ്റങ്ങൾ ഇല്ലാതെ തന്നെ അവരെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണം. പിന്നെ ജീവിക്കുന്നത്, അതായത് ഇപ്പൊ ഇന്നാണ് അറസ്റ്റ് ചെയ്യുന്നത് വെച്ച് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇന്നൊരു വ്യക്തിയെ കുറ്റം ചെയ്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. ഇന്ന് എന്താണോ നിയമത്തിൽ ശിക്ഷകൾ ഓരോ വകുപ്പുകൾ ഉണ്ടാവില്ല, അതിൽ എന്താണോ പറയുന്ന ശിക്ഷ, ആ ശിക്ഷ മാത്രമേ ആ വ്യക്തിക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോ ഒരു 6 മാസം കഴിഞ്ഞു, ശിക്ഷാവിധിയിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞിട്ട് ഇന്ന് അറസ്റ്റ് ചെയ്ത വ്യക്തിക്ക് അന്നുള്ള ശിക്ഷ കൊടുക്കാൻ പാടില്ല. അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണോ ശിക്ഷ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് അത് മാത്രമേ ആ വ്യക്തിക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ 20. ഇനി 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് കേട്ടോ. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് 21. അതായത് എന്തൊക്കെയാണ്? ഒരാളുടെ ഇതിൽ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യം പറയുമ്പോൾ അതിജീവനത്തിനുള്ള അവകാശം കിട്ടണം അല്ലേ? എന്തൊക്കെയാണ്? അതിജീവനത്തിനുള്ള അവകാശം കിട്ടണം, സുരക്ഷിതമായിട്ട് അഭയസ്ഥാനത്തിനുള്ള അവകാശം കിട്ടണം, ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശം കിട്ടണം, അതുപോലെ അതിവേഗ വിചാരണയ്ക്കുള്ള അവകാശം കിട്ടണം, ഏകാന്ത തടവ് നിഷേധിക്കാനുള്ള അവകാശം കിട്ടണം, വിദേശ സഞ്ചാരത്തിനുള്ള അവകാശം കിട്ടണം, നിർബന്ധിത ജോലി എതിർക്കാനുള്ള അവകാശം കിട്ടണം. ഇതൊക്കെ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. പിന്നെ 21A നമ്മൾ പറഞ്ഞു, 2009 വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 21A വന്നത്. 22 കരുതൽ തടങ്കൽ അല്ലെ? എന്താണ്? കരുതൽ തടങ്കലാണ് 22 പറയുന്നത്. പിന്നെ കരുതൽ തടങ്കൽ ബില്ല് പാർലമെന്റിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. കരുതൽ തടങ്കൽ ബില്ല്, അതായത് അന്യായമായ അറസ്റ്റ്, പിന്നെ തടങ്കലില് വെക്കുക, അതായത് കേസൊക്കെ കഴിഞ്ഞു വീണ്ടും എന്ത് ചെയ്യുക? തടങ്കലിൽ വെക്കുക. അതിനൊക്കെ എതിരെയാണ് ആർട്ടിക്കിൾ 22 പറയുന്നത് കേട്ടോ.
ആദ്യമായിട്ട് ഈ കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റിലായ വ്യക്തി പ്രീവിയസ് ചോദ്യമാണ് AK ഗോപാലാണ് കേട്ടോ. AKG ആണ് കരുതൽ തടങ്കൽ പ്രകാരം ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തത് കേട്ടോ. പിന്നെ 23ഉം 24ഉം ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. 23ഉം 24ഉം അതായത് എന്താ പറയാ, ഈ അടിമപ്പണി ചെയ്യാ പറയില്ലേ. 23 എന്ന് പറയുമ്പോൾ 23ല് അടിമപ്പണി അല്ലെങ്കിൽ ഈ കൂലി നൽകാതെ നിർബന്ധിതമായിട്ട് ജോലി ചെയ്യുക, എന്നിട്ട് കൂലി കൊടുക്കാതിരിക്കുക. അതുപോലെ ഒരാളെ അടിമകളാക്കി വെക്കുക. ഇതൊക്കെ എന്താണ് ആർട്ടിക്കിൾ 23ല് പറയുന്ന കാര്യമാണ്. പിന്നെ ഈ 24ൽ എന്താന്ന് പറയുക പറയുന്നത് 24 ബാലവേല നിരോധനമാണ്. എന്താണ് 23ല് നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. അതായത് ഈ ബാലവേല എന്ന് പറയുമ്പോൾ വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങളിലും മറ്റ് അപകടകരമായിട്ടുള്ള മേഖലകളിലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് കുട്ടികളെ നിർബന്ധിച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് എന്താണ് ബാലവേലയിൽ വരുന്നതാണ് കേട്ടോ. അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇത് വരുന്നത്. ഇനി 25 to 28 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. നന്നായിട്ട് പഠിക്കണം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 to 28. അതായത് 25 to 28 നന്നായി പഠിക്കുക. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അതായത് സ്വന്തമായിട്ട് ഏത് മതത്തിൽ നമുക്ക് വിശ്വസിക്കാം അല്ലെ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ആചാരങ്ങൾ നടത്താം അല്ലെ, പ്രചരിപ്പിക്കാം, നമുക്ക് പഠിക്കാം. ഇതൊക്കെ ഏതിലാണ് 25ല് പറയുന്നുണ്ട്. അതേപോലെ ജീവകാരുണ്യ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് സ്ഥാപിക്കാം, അതൊക്കെ നോക്കി നടത്താം. അതൊക്കെ 26ല് പറയുന്നുണ്ട്. 27ല് പറയുന്നത് എന്താ പറയാ, ഈ മതവിഭാഗത്തിന്റെ പേരിൽ നികുതി അടയ്ക്കാൻ നമ്മളെ നിർബന്ധിതമാക്കുക, അതൊന്നും നമുക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല. അത് 27ല് പറയുന്നുണ്ട്. 28ല് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ഇടുന്നുണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് എന്താ 28ൽ 1 അല്ലേ, എന്താണ് ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരിക്കലും ഇന്ന മതത്തില് പഠിക്കണം, ഇന്ന മതം ആചരിക്കണം എന്നൊരിക്കലും പറയാൻ പാടില്ല. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതാചാരങ്ങൾ നടത്താൻ പാടില്ല. ഇനി 29 to 30 ആണ്. 29 ഭാഷാപരമായ അവകാശം, 30 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം. ആർക്ക്? ഇത് പഠിക്കണേ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് 29 30. 29 അവർക്ക് ഭാഷാപരമായിട്ടുള്ള അവകാശം, 29 30 അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം. 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഓക്കെ, എന്താണ് 32 ഭരണഘടനാപരം, അതായത് ഭരണഘടനാ ഭേദഗതിയൊക്കെ ചെയ്യുന്നില്ലേ ഭരണഘടന, നാളെ ഇപ്പൊ ഇന്ന വിഷയത്തിൽ വരുത്തണം, അപ്പൊ നമുക്ക് എന്താണ് അവിടെ ഭേദഗതി ചെയ്തേ പറ്റൂ. അപ്പൊ അതിനെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഏത് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് 32 ആണ്. ഈ 32 പ്രകാരം തന്നെയാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്, റിട്ട് അധികാരം പുറപ്പെടുവിക്കുന്നത്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ പ്രീവിയസ് ചോദ്യമാണ്, മൗലിക അവകാശങ്ങളിൽ മൗലികമായത് ഏത് എന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് ഏതാണ്, ആർട്ടിക്കിൾ 32 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ്സുകള്? അപ്പൊ ഇന്നൊറ്റ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, പുതിയ SSCRT അടക്കം മൗലിക അവകാശങ്ങൾ എന്ന ടോപ്പിക് ഇവിടെ തീർത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മിക്സഡ് ആക്കിയിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഷോർട്ട് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടോപ്പിക് മാത്രമല്ലല്ലോ എടുക്കാം, SSCRTയിൽ കിടക്കുന്നതും അതിന് കൂടെ അനുബന്ധ വിവരങ്ങളും പ്രീവിയസ് ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയ ക്ലാസ്സിലും. അതേപോലെ ഒരാൾ നമ്മൾ താഴെ എന്താ പേര് ഓർക്കുന്നില്ല, സയൻസും കൂടെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും SSCRTയിലൊക്കെ നോട്ട്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരും കേട്ടോ. SSCRT ഒക്കെ നോട്ട്സ് ആയിട്ട് തന്നെ സയൻസിലെ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും കൂടെ ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഷെയർ ചെയ്യില്ല, കാരണം നല്ല നല്ല നോട്ട് കിട്ടുമ്പോൾ അയ്യോ ആകെ കോമ്പറ്റീഷൻ ആണല്ലേ, ഇതും കൂടി അയച്ചു കൊടുത്തിട്ട് വേണം മിസ്സേന്ന് ചോദിക്കരുത്. ഷെയർ കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താഴേക്കൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പറയുന്നു. അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമാവുക. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ഡെയിലി രാവിലെ 10 to 11 ക്ലാസ് വരുന്നുണ്ട്. ഈവനിങ് ഈ ക്ലാസ്സും വരും. എല്ലാവർക്കും നന്ദി. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓരോ സമയവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.